ഹലോ, വെൽക്കം ആളത്തിന്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് C4 പാത്വേ അഥവാ C4 പഥത്തെ കുറിച്ചാണ്. C4 പാത്വേ കാണുന്നത് വരണ്ട ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ, അതായത് ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണുന്ന സസ്യങ്ങളാണ്. പ്രത്യേകിച്ച് C4 പാത്വേ ഷോ ചെയ്യുന്ന സസ്യങ്ങളുടെ പേരുകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. C4 പ്ലാന്റ്സിൽ കാർബൺ ഡയോക്സൈഡ് സ്ഥിരീകരണത്തിന്റെ, അതായത് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷന്റെ ഫലമായി ആദ്യം ഉണ്ടാകുന്ന സ്ഥിര ഉൽപ്പന്നം ഏതാണ്? ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. അതായത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണല്ലോ ഇതിന് C4 പാത്വേ എന്ന പേര് കിട്ടിയത്. C3 പ്ലാന്റ്സിലെ ആദ്യത്തെ സ്റ്റേബിൾ കോമ്പൗണ്ട് ഏതാണ്? ഓർമ്മ ഉണ്ടോ? 3PG ആണ് അല്ലേ? അതല്ല. അപ്പൊ ഇവിടെ എന്താണ്? ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. അപ്പൊ C4 പാത്വേ നമ്മൾ ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ എന്ന് പറയും. അതെല്ലാം നോക്കിയിട്ടൊന്ന് വായിച്ചിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട C4 പ്ലാന്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ട പ്രാധാന്യം. അതായത് ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട: ചോളം, അതായത് മെയ്സ്; അരിച്ചോളം, അതായത് സോറം; കരിമ്പ്, ഷുഗർകൻ; 10 മണിച്ചെടി, പോട്ടുതേക്ക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. എല്ലാം ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് C4 സസ്യങ്ങൾക്ക് C3 സസ്യങ്ങളെക്കാൾ പ്രൊഡക്ടിവിറ്റി കൂടുതലുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിന് പ്രധാന കാരണം C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല. C3 പ്ലാന്റ്സിലാണല്ലോ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത്. അത് പ്ലാന്റ്സിന് നല്ലതല്ലല്ലോ, അതൊക്കെ അറിയാമല്ലോ ഫോട്ടോ റെസ്പിറേഷൻ. അതുകൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കാത്ത C4 പ്ലാന്റ്സിൽ പ്രൊഡക്ടിവിറ്റി കൂടുതൽ കാണുന്നത്. ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും ചോയ്സിൽ തന്നിട്ട് ഏത് പ്ലാന്റിലാണ് ഏത് പ്ലാന്റ് ആണ് ഫോട്ടോസിന്തറ്റിക്കലി എഫിഷ്യന്റ് പ്ലാന്റ് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ അറിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യമൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇത്തരം സസ്യങ്ങളുടെ ഇലകളിൽ കാണുന്ന 2 പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. എന്തൊക്കെയാണ്? ക്രാൻസ് അനാറ്റമിയും മറ്റൊരു കാര്യം ഡൈമോർഫിക് ക്ലോറോഫിൽ. വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതായത് ആദ്യം ക്രാൻസ് അനാറ്റമി എന്താണെന്ന് നോക്കാം. ഇലയുടെ ഒരു അനാറ്റമി കാണിച്ചിരിക്കുകയാണ്. ക്രാൻസ് എന്ന് പറയുമ്പോൾ എന്താ? റീത്ത്, അതായത് പുഷ്പചക്രം എന്നെല്ലാം പറയും. ഇവിടെ വാസ്കുലാർ ബണ്ടിലിന് ചുറ്റും വലുപ്പം കൂടിയ ബണ്ടിൽ ഷീത്ത് കോശങ്ങൾ കാണാം. വ്യക്തമായിട്ട് നോക്കുക. ഇത് വാസ്കുലാർ ബണ്ടിലാണ്, ഇലയിലെ വാസ്കുലാർ ബണ്ടിലാണ്. അതിന്റെ ചുറ്റും കണ്ടോ ഒരു റീത്ത് പോലെ, ഒരു പുഷ്പചക്രം പോലെ എന്ത് കാണാം? ഒരു ബണ്ടിൽ ഷീത്ത് കാണാം. ഇവിടെ അതിന് ചുറ്റും പിന്നെ ഇവിടെയൊക്കെ കാണുന്ന എന്താണ്? മീസോഫിൽ സെൽസ് അല്ലെ? അപ്പൊ ഇവിടെ വാസ്കുലാർ ബണ്ടിന് ചുറ്റും എന്തുകൊണ്ട്? വലിപ്പം കൂടിയ ബണ്ടിൽ ഷീത്ത് കോശങ്ങൾ കാണാം. അപ്പൊ ആദ്യം നമുക്ക് ബണ്ടിൽ ഷീത്ത് സെൽസിന്റെ പ്രത്യേകതകൾ എന്താണ് നോക്കാം. അതായത് ഈ ബണ്ടിൽ ഷീത്തിലെ കോശങ്ങളുടെ പ്രത്യേകതകൾ. ഇതിൽ ധാരാളം ഹരിതകണങ്ങൾ കാണാം. ഏതാ? ഈ മീസോഫിൽ സെൽസിനെക്കാളും ഗ്രാനകൾ ഇല്ലാത്തതാണ്. നോക്കി, ഇത് ക്ലോറോപ്ലാസ്റ്റ് വിത്തൗട്ട് ഗ്രാന ഇൻ ദ ബണ്ടിൽ ഷീറ്റ് കാണിച്ചിരിക്കുകയാണ്. കണ്ടോ? ഗ്രാന ഉണ്ടോ? ഇല്ല. അവിടെ ആയിട്ട് തൈലക്കോട് കാണാം. അപ്പോ എന്തൊക്കെയാണ് ഇപ്പൊ പ്രത്യേകത പറഞ്ഞത്? ബണ്ടിൽ ഷീറ്റില് ധാരാളം ഹരിതകണങ്ങൾ കാണാം, ക്ലോറോപ്ലാസ്റ്റ്. ഗ്രാനകൾ ഇല്ലാത്ത ഹരിതകണങ്ങളാണ്. പിന്നെ വാതക വിനിമയം സാധ്യമാക്കാത്ത കട്ടി കൂടിയ ഭിത്തികളാണ് ഇത് വരുന്നത്. പിന്നെ കോശാന്തര സ്ഥലങ്ങളുടെ അഭാവം, അതായത് ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ല. ഏതെങ്കിലും കാര്യങ്ങൾ ഇതിലില്ലാത്ത കാര്യം കൂടെ ചോയ്സിൽ തന്നിട്ട് ചോദിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നിസ്സാരമായിട്ട് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം, കാര്യങ്ങളെല്ലാം ചോദിക്കും കേട്ടോ. തന്നെയല്ല, ഇവിടെ നമ്മൾ C4 പാത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വാട്ട് ഹാപ്പൻസ് ഇൻ ബണ്ടിൽ ഷീറ്റ് സെൽ, വാട്ട് ഹാപ്പൻസ് ഇൻ മീസോഫിൽ സെൽസ് നമ്മളിപ്പോൾ മനസ്സിലാക്കും. അപ്പൊ അനാറ്റമിക്കലി എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അനാറ്റമി വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശരിക്കും ക്രാൻസ് അനാറ്റമി. അപ്പൊ ക്രാൻസ് അനാറ്റമിയില് ബണ്ടിൽ ഷീറ്റ് എവിടെ കാണുന്നു എന്ന് മനസ്സിലാക്കി. ബണ്ടിൽ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലിന്റെ പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇനി മീസോഫിൽ സെൽസിലാണെങ്കിൽ, ഇവിടുത്തെ മീസോഫിൽ സെൽസിലാണെങ്കിൽ കാണുന്ന കോശം ധാരാളം ചെറിയ സെല്ലാണ്. മറ്റേക്കാളും
തന്നെയല്ല ഇതിലെ ഹരിതകണങ്ങൾ ഗ്രാനകൾ ഉള്ളവയാണ്. കണ്ടോ, ഇത് ഉള്ളതാണ്. അതായത് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഏതിൽ കാണുന്നത്? മീസോഫിൽ. ഇത്രയും മനസ്സിലായാലും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് പറഞ്ഞത്. സോ ഇൻ C4 plants there is ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോ നമ്മൾ ഏതെല്ലാം പ്ലാന്റുകളാണ് C4ൽ വരുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. ഇത്തരം പ്ലാന്റുകളുടെ ഇലയുടെ അനാറ്റമിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് C4 പാത്ത് നമുക്ക് നോക്കാം. അതിന് ഡയഗ്രാം നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ബണ്ടിൽ ഷീത്തിൽ എന്ത് നടക്കുന്നു, മീസോഫിൽ സെൽസ് എന്ത് നടക്കും, അതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. C4 പാത്വയിലെ കാർബൺ ഡയോക്സൈഡിന്റെ പ്രാഥമിക സ്വീകർത്താവ്, അതായത് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ മീസോഫിൽ കോശങ്ങളിൽ കാണുന്ന എന്താണ്? ഒരു 3 കാർബൺ സംയുക്തമായിട്ടുള്ള ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ്. C3 സൈക്കിളിൽ ഏതാണ് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറഞ്ഞേ? C3 മറന്നുപോയാ? C3 പ്ലാന്റ്സിലെ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഏതാണ്? RUBP. ഓക്കെ, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി കാം കൂടെ ആകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് അപ്പൊ എവിടെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബൺ ഡയോക്സൈഡുമായി ചേർന്ന് പെപ് കാർബോക്സിലേസ് അഥവാ പെപ്കേസ് എന്ന രാസാഗ്നിയുടെ സാന്നിധ്യത്തില് 4 കാർബണുള്ള ഓക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ടാകും കേട്ടോ. അപ്പൊ ഇവിടെ കാർബൺ ഡയോക്സൈഡ് കാണിച്ചിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ചേർന്നത് അത് ഫിക്സ് ചെയ്ത് എന്തുണ്ടെന്ന് ഓക്സാലോ അസറ്റിക് ആസിഡ് കിട്ടും. അപ്പൊ ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അത് വിട്ടുപോയി. ഓക്സാലോ അസറ്റിക് ആസിഡ് 4 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണല്ലോ ഇത് C4 പാത്വേ. അപ്പൊ ഓക്സാലോ അസറ്റിക് കാണുന്നത് അല്ലേ, ഇപ്പൊ പെപ്കേസ് കാണുന്നത്. അപ്പോ C3 പ്ലാന്റില് അത് റൊബുസ്കോ കാണുന്നത് എവിടെയാണ്? C3 പ്ലാന്റിലെ മീസോഫിൽ സെൽസിലാണ്. അതാണ് തെറ്റിപ്പോകരുത്. അപ്പൊ ഇവിടെ ഇനി C4 പ്ലാന്റിലെ റൊബുസ്കോ എവിടെ ആയിരിക്കും കാണുന്നത്? ആർക്കെങ്കിലും പറയാമോ? ബണ്ടിൽ ഷീറ്റ് സെല്ല് അല്ലെ, അതാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്തെന്ന് പറയാം. അപ്പൊ ഇവിടെ റൊബുസ്കോയുടെ ആവശ്യം എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ മാലിക് ആസിഡ് പൈറുവിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് 4 കാർബൺ കോമ്പൗണ്ട് ആണല്ലോ. അപ്പൊ അത് 3 കാർബൺ കോമ്പൗണ്ട് ആകുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വിടുന്നു. ഈ കാർബൺ ഡയോക്സൈഡ് കാൽവിൻ സൈക്കിളിന് വേണ്ടി ഉപയോഗിക്കും. അതിനുവേണ്ടി റൊബുസ്കോ ഇവിടെ ഉണ്ട്. അപ്പോൾ റൊബുസ്കോ C4 പ്ലാന്റ്സിൽ കാണുന്നത് എവിടെയാണ്? മനുഷ്യൻ എല്ലാം ഓർക്കുക. പിന്നെ അതുകൂടെ NADP മാലിക് എൻസൈം എന്ന് പറയുന്നത് എൻസൈം വേണം. NADP മാലിക് എൻസൈം. ഓക്കെ, അപ്പൊ ബണ്ടിൽ ഷീറ്റ് കോശങ്ങളിൽ വെച്ച് മാലിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ എന്ന 3 കാർബണുള്ള പൈറുവിക് ആസിഡ് അമ്ലവും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്നു. സ്വതന്ത്രമാക്കപ്പെട്ട കാർബൺ ഡയോക്സൈഡ് കാൽവിൻ ചക്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ബണ്ടിൽ ഷീറ്റ് കോശങ്ങളിൽ റൊബുസ്കോ എന്ന രാസാഗ്നി ധാരാളമായി കാണപ്പെടുന്നു. എന്നാൽ ഇവിടെ പെപ്കേസ് കാണപ്പെടുന്നില്ല. മനസ്സിലാക്കുക. അതിനാൽ C4 സസ്യങ്ങളിലും C3 സസ്യങ്ങളിലും പൊതുവായി പഞ്ചസാര, അതായത് ഷുഗർ നിർമ്മിക്കുന്നതിനായി നടക്കുന്ന അടിസ്ഥാന കാൽവിൻ ചക്രം തന്നെയാണ്. അപ്പൊ ശരിക്കും C4 പ്ലാന്റിൽ ഏതുമുണ്ട്? C3 സൈക്കിളുമുണ്ട്. കാര്യം ഒരു ബയോസിന്തറ്റിക് പാത്വേ എന്ന് പറയുന്നത് C4 പ്ലാന്റ്സിലും ഏത് തന്നെയാണ്? C3, അതായത് കാൽവിൻ സൈക്കിൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ C3 സസ്യങ്ങളുടെ മീസോഫിൽ കോശങ്ങളിലാണ് എന്താ കാൽവിൻ ചക്രം നടക്കുന്നത്. അപ്പോ റൊബുസ്കോ C3 പ്ലാന്റ്സിൽ എവിടെയായിരിക്കും കാണുക? മീസോഫിൽ സെൽസ്. എന്നാൽ C4 സസ്യങ്ങളുടെ മീസോഫിൽ കോശങ്ങളിൽ അല്ല, പകരം ബണ്ടിൽ ഷീറ്റ് കോശങ്ങളിലാണ് കാൽവിൻ ചക്രം നടക്കുന്നത്. അപ്പോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത് എവിടെ? C3 പ്ലാന്റ്സിലാണോ C4 പ്ലാന്റ്സിലാണോ? C3. അപ്പോ C3 പ്ലാന്റിലാവുമ്പോൾ അത് നല്ലതല്ലല്ലോ അല്ലെ, പ്ലാന്റിന് ഡിസൈറബിൾ അല്ലല്ലോ ഫോട്ടോ റെസ്പിറേഷൻ. അപ്പൊ ഇവിടെ C4 പ്ലാന്റിൽ എന്തുകൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കാത്തത്? ആർക്കെങ്കിലും പറയാമോ? അതായത് ഫോട്ടോ റെസ്പിറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നതിന് 2 കണ്ടീഷൻസ് ഉണ്ട്.
ഒന്ന് ടെമ്പറേച്ചർ കൂടിയിരിക്കണം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെക്കാളും ഓക്സിജൻ കൂടിയിരിക്കുക. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ഉണ്ടെങ്കിൽ എന്ത് നടക്കത്തില്ല? ഫോട്ടോ റെസ്പിറേഷൻ നടക്കത്തില്ല. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ, ശ്രദ്ധിക്കുക. മാലിക് ആസിഡ് പൈറുവിക് ആസിഡ് ആകുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നല്ലോ. അപ്പൊ എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് എന്താ ഇവിടെ ഫോട്ടോ റെസ്പിറേഷൻ C4 പ്ലാന്റ്സ് നടക്കുക. അപ്പൊ നോ ഫോട്ടോ റെസ്പിറേഷൻ occurs C4 plants. Why? എന്താ? കാർബൺ ഡൈ കോൺസെൻട്രേഷൻ ഇസ് ഹയർ നിയർ റൊബുസ്കോ എൻസൈം ഇൻ C4 plants. അല്ലെ? C4 പ്ലാന്റ്സിൽ ഇവിടെ റൊബുസ്കോ ഉണ്ടല്ലോ. അപ്പൊ അവിടെ റൊബുസ്കോയുടെ അടുത്ത് ഹയർ കോൺസെൻട്രേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു. എങ്ങനെ? എല്ലാം ചോദിക്കാം. മാലിക് ആസിഡ് പൈറുവിക് ആസിഡ് ആകുമ്പോൾ എവിടെ വെച്ച്, ഇതെല്ലാം ചോദിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. For the fixation of 1 molecule of carbon dioxide, C4 plants require എത്ര ATP? ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? C4 പ്ലാന്റ്സില് ഒരു കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യാൻ 5 ATP ആണ്. C3 പ്ലാന്റ്സിലാണെങ്കിൽ എത്രയാ? 3 ATP ആണ്, അല്ലെ? അപ്പൊ ഇവിടെ 2 NADPH മോളിക്യൂൾസ് വേണം. അത് രണ്ടിലും ഒരുപോലെ തന്നെ. അപ്പൊ 2 അഡീഷണൽ ATP മോളിക്യൂൾസ് ഇവിടെ ആവശ്യമായിട്ട്. So for the fixation of 6 molecules of carbon dioxide, എത്ര ATP വേണം C4 പ്ലാന്റ്സില്? എത്ര? 30. And 12 NADPH molecules are required. Thus C4 plants കുറച്ചുകൂടെ എനർജി എക്സ്പെൻസീവ് ആണ്. അതോടെ ഓർക്കുക. C3 പ്ലാന്റ്സിൽ എത്ര ATP ആണെന്ന് ഇപ്പം വ്യക്തമായിട്ട് മനസ്സിലായി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിട്ടുണ്ട്. ഇനി മോക്ക് ടെസ്റ്റ് എല്ലാം ഫോട്ടോസിന്തസിന് ഉണ്ടാകും. ഫോട്ടോസിന്തസിന്റെ പ്രാക്ടീസ് ടെസ്റ്റ് നമ്മൾ അതിൽ ചെയ്തു. ഇനിയും ധാരാളം ക്വസ്റ്റ്യൻസ് പ്ലാന്റ് ഫിസിയോളജിയുടെ കൂട്ടത്ത് വരുന്ന ടെസ്റ്റിന്റെ കൂട്ടത്ത് ഈ ഫോട്ടോസിന്തസിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.